ജനാബത്ത് കുളി എപ്പോഴാണ് കുളിക്കേണ്ടത്? 2 പ്രാവശ്യം ജനാബത്ത് ഉണ്ടായാൽ 2 പ്രാവശ്യം കുളിക്കേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ജനാബത്ത് കുളിയുടെ നിയ്യത്ത് എങ്ങനെയാണ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പുതിയൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ പലപ്പോഴും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ജനാബത്ത് കുളി എപ്പോഴാണ് കുളിക്കേണ്ടത്? 2 പ്രാവശ്യം ജനാബത്ത് ഉണ്ടായാൽ 2 പ്രാവശ്യം കുളിക്കേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ജനാബത്ത് കുളിയുടെ നിയ്യത്ത് എങ്ങനെയാണ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നാം നോക്കാൻ പോകുന്നത് ആ വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. ജനാബത്ത് നമുക്കറിയാം, വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എങ്ങനെ, എപ്പോൾ, എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പലർക്കും അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല. എങ്കിലും കുറച്ചുകൂടി കൃത്യത വരുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. 1 പ്രാവശ്യം ജനാബത്ത് ഉണ്ടായാൽ ജനാബത്ത് കുളിക്കൽ നിർബന്ധമാണ്. അതേസമയത്ത് 2 പ്രാവശ്യം ജനാബത്ത് ഉണ്ടായാൽ ജനാബത്ത് കുളിക്കണോ? അല്ലെങ്കിൽ എത്ര പ്രാവശ്യം കുളിക്കണം? ഇത് എത്ര പ്രാവശ്യം ജനാബത്ത് ഉണ്ടായാലും എന്ന് പറഞ്ഞാൽ ജനാബത്ത് എന്ന് പറഞ്ഞാൽ മനിയെ പുറപ്പെടുക, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങൾ പൂർണ്ണമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അവിടെ മനി പുറപ്പെട്ടില്ലെങ്കിൽ പോലും കുളി നിർബന്ധമാണ്. ഇത് ഒന്നിലധികം തവണ ഉണ്ടായാലും ഒരൊറ്റ കുളി മതിയാകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇനി ഈ കുളി എപ്പോഴാണ് നിർബന്ധമാകുന്നത്? ജനാബത്ത് ഉണ്ടായ ഉടനെ തന്നെ കുളിക്കൽ നിർബന്ധമുണ്ടോ? ഉടനെ തന്നെ കുളിക്കൽ നിർബന്ധമില്ല. പക്ഷെ ഏറ്റവും നല്ലത് അതാണ്. കാരണം ജനാബത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു അശുദ്ധിയാണല്ലോ. ആ അശുദ്ധിയുള്ളവരിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അകന്നു നിൽക്കും. അതേസമയത്ത് മനുഷ്യന് ഉണ്ടാകുന്ന ഒരു സംഗതിയാണത്. അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല എന്നല്ല, അത് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാലും ഉടനടി കുളിക്കുകയാണ് അതിൻ്റെ ഏറ്റവും നല്ല വശം. ഇനി നിർബന്ധം അടുത്തൊരു നിസ്കാരം നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് കുളിച്ച് നിസ്കരിക്കുക എന്നുള്ള നിലക്ക് ആ സമയത്താണ് നിർബന്ധമാകുന്നത്. എന്ത് തന്നെയായാലും അപ്പോൾ എത്ര പ്രാവശ്യം ജനാബത്ത് ഉണ്ടായാലും ഒരൊറ്റ കുളി മതി. അപ്പം ഈ കുളിക്കുമ്പോഴുള്ള നിയ്യത്ത് എങ്ങനെയാണ്? ജനാബത്ത് കുളിക്കുമ്പോഴുള്ള നിയ്യത്ത്, അതിൻ്റെ നിയ്യത്ത് ഫർളായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതാം. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു, ഇങ്ങനെയൊക്കെ കരുതാം. അപ്പൊ ഈ നിയ്യത്ത് കരുതിയിട്ടാണ് നമ്മൾ കുളിക്കേണ്ടത്. കുളിക്കുമ്പോൾ നിയ്യത്ത് കരുതുന്ന നമ്മൾ ആദ്യമായി വെള്ളം ഒഴിക്കുന്ന ആ ഒരു സമയത്താണ് നിയ്യത്ത് കരുതേണ്ടത്. നേരത്തെ കരുതി വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കലല്ല. നിയ്യത്തും നമ്മുടെ കുളിയുടെ ആരംഭവും ഒത്തുവരണം എന്നുള്ളതാണ്. അങ്ങനെ ഇനി കുളിയുടെ ഫർളുകൾ എന്തൊക്കെയാണ്? കുളിക്ക് 2 ഫർളുകൾ മാത്രമേ ഉള്ളൂ. കുളി ശരിയാകാൻ, കുളി ശരിയാകാൻ 2 ഫർളുകൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ നിയ്യത്ത് തന്നെയാണ്, അത് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത്. ശരീരം മുഴുവൻ വെള്ളം ജസ്റ്റ് എത്തിയാൽ പോരാ, വെള്ളം ഒലിക്കുന്ന രൂപത്തിൽ എത്തണമെന്നാണ്. എന്ന് പറയാൻ നമ്മുടെ കയ്യിലേക്ക് വെള്ളം നാം എടുത്തിട്ട് ഇങ്ങനെ തടകിയാൽ പോരാ. തടകുന്നത് കൊണ്ട് വെള്ളം ഒഴുകില്ലല്ലോ, ഇല്ല. വെള്ളം ഒലിക്കുന്ന രൂപത്തിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നാം വെള്ളം എത്തിക്കുക. അത് വെള്ളം എത്തിച്ചാൽ മതി. ഷവർ മുഖേനയാണെങ്കിലും, നമ്മൾ വേറെ ഒരു പൈപ്പ് മുഖേനയാണെങ്കിലും, ഒരു കോപ്പ മുഖേനയാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ എന്ത് മുഖേനയാണ്. ഇനി നമ്മൾ വെള്ളത്തിൽ മുങ്ങി തന്നെ കുളിച്ചാലും, നിയ്യത്തോടു കൂടി ഒന്ന് മുങ്ങി കുളിച്ചാലും ഫർള് കുളി വിടുന്നതാണ്. സോപ്പ് തേക്കണം എന്നുള്ളത് ഫർള് കുളിയുടെ നിബന്ധനയൊന്നുമല്ല. ശുദ്ധമായ വെള്ളം, തൊഹൂറായ വെള്ളം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുക. അങ്ങനെ വരുമ്പോൾ ചുക്കിച്ചുളിഞ്ഞ സ്ഥലങ്ങളെ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചെവിയുടെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ തൊടയിടുക്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ മുട്ടുകളുടെയൊക്കെ ഭാഗങ്ങൾ, അതുപോലെ പല ഭാഗങ്ങളും സ്ത്രീകളൊക്കെ ആകുമ്പോൾ അവരുടെയൊക്കെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളും, എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്കറിയാലോ, ശ്രദ്ധിച്ചു കഴുകേണ്ട എല്ലാ ഭാഗങ്ങളെയും ശ്രദ്ധിച്ചു കഴുകുക. അവിടെയൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. അങ്ങനെ പരിശോധിച്ച് ഉറപ്പ് വരുത്തണമെന്നില്ല. അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റുന്ന രൂപത്തിൽ വെള്ളം എത്തിയാൽ മതി. 2 വ്യത്യാസമുണ്ട്, നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഈ രൂപത്തിൽ വെള്ളം ശരീരം മുഴുവൻ ഒലിക്കുന്ന രൂപത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് 2ാമത്തെ ഫർള്. ഇതാണ് ഫർളായ രൂപം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരുപാട് ഘടകങ്ങൾ സുന്നത്തായ രൂപത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞു ജനാബത്തുകാരന് പിന്നെ നിസ്കാരം കളാകുന്നതിൻ്റെ മുമ്പ് കുളിച്ച് നിസ്കരിച്ചാൽ മതി എന്നുള്ളതാണ് നിർബന്ധമായ വശം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും ഉടനെ തന്നെ കുളിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ കൂടെ മറ്റൊന്ന് പറയാനുള്ളത്, ജനാബത്തുകാരൻ ജനാബത്ത് ഉണ്ടായതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അവന് ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. എന്നതുപോലെ തന്നെ ജനാബത്ത് കുളിക്കുന്നതിൻ്റെ മുമ്പും ഒരു വുളൂ, ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പോലും ജനാബത്ത് കുളിയുടെ മുമ്പ് ഒരു വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. ഇതേപോലെ ജനാബത്ത് കുളിക്കുന്നവൻ ആദ്യം തുടങ്ങേണ്ടത്
വെള്ളം തലയുടെ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. തലയിൽ നിന്ന് ഒഴിച്ചു തുടങ്ങുക, പിന്നെ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങുക, പിന്നെ ഇടത് ഭാഗത്ത് നിന്ന്, അങ്ങനെയാണ് പിന്നെ തുടങ്ങേണ്ടത്. അങ്ങനെ ശരീരം മുഴുവൻ ഒലിപ്പിക്കുന്ന രൂപത്തിൽ കുളിച്ച് വൃത്തിയായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വുദൂ കഴിഞ്ഞതിന് ശേഷം നാം ഖിബലയിലേക്ക് തിരിഞ്ഞു ദുആ ചെയ്യുന്നത് പോലെ കുളിയുടെ ശേഷവും ആ പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ്. വുദൂഇന്റെ ശേഷമുള്ള ദുആ കുളിയുടെ ശേഷവും നിർവഹിക്കാവുന്നതാണ്. അപ്പം ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചിലപ്പോൾ നഷ്ടപ്പെടുത്തുന്ന സുന്നത്തുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എപ്പോഴും നാം പറയുന്ന ഒരു കാര്യം, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലണം എന്ന് പറയുന്ന ഘടകം ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുളിക്കുന്ന സമയത്ത് കുളിയുടെ ആ വെള്ളം നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, നാം കുളിക്കാൻ വേണ്ടി മാറ്റിവെച്ച വെള്ളത്തിലേക്ക് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫർളിന് ഉപയോഗിച്ചതായ വെള്ളം നമ്മൾ ഇനി വെള്ളം ഉപയോഗിക്കാൻ പോകുന്ന വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ബക്കറ്റിൽ നമ്മൾ എടുത്തു വെച്ചതാണ്, ഷവറിലാവുമ്പോൾ ഈ പ്രശ്നം വരില്ല. ബക്കറ്റിൽ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് കുളിക്കുന്നതെങ്കിൽ നാം കുളിച്ച ശരീരത്തിലേക്ക് ഒഴിച്ച വെള്ളം ശരീരത്തിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി വീണ്ടും അത് ആ ബക്കറ്റിലേക്ക് തന്നെ വീണാൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അതുകൊണ്ട് ആദ്യമേ അത് ശ്രദ്ധിക്കണം. ഒരല്പം മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളം അതിലേക്ക് വീഴാത്ത രൂപത്തിലായിരിക്കണം കുളിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഏതാനും ചില അടിസ്ഥാനപരമായിട്ടുള്ള ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരമാവധി ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.